ഈ അറബിക്ക് ഈ കുട്ടിയെ അറിയാം. എന്താ പറയുക, ഒരു ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും രീതിയിൽ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വ്യക്തി. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആദില നൂറ, അതിൽ നൂറയുടെ ലൈഫ് സ്റ്റോറി നൂറ പറഞ്ഞപ്പോൾ ആ കുട്ടി 8th-ലും 9th-ലും പഠിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു അബ്യൂസ്, ആ കുട്ടി നേരിട്ടിട്ടുള്ള ഒരു അബ്യൂസിനെ കുറിച്ച് ആ കുട്ടി ലൈവ് സ്റ്റോറിയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു. ഞാനാണ് ഈ വിഷയത്തിന് ആദ്യം വീഡിയോ ചെയ്തത്. ഞാൻ ലൈവിൽ ഈ സംഭവം കണ്ടിട്ട് അതാണ് ഞാൻ വീഡിയോയിലാക്കി എടുത്തത്. ഞാൻ എൻ്റെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നു. അവർ ഈ രീതിയിൽ ജീവിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അവരിത് അനുഭവിക്കേണ്ടതാണ് എന്ന് വരെ ഇവിടെ പല ആൾക്കാരും പറഞ്ഞു. പലരും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫോളോ അപ്പായിട്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. പല ആൾക്കാരെയും എക്സ്പോസ് ചെയ്തിരുന്നു. എന്ത് രീതിയിലാണ്, അതായത് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇതുപോലൊരവസ്ഥയെ കടന്നു പോയതിന് ഏത് രീതിയിലാണ് സമൂഹത്തിൽ പല ആൾക്കാരും ഇന്നും ചിന്തിക്കുന്നത്, പണ്ട് നടന്നതിന് ഇന്നും ചിന്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ രണ്ടാമതൊരു വീഡിയോ വീണ്ടും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഞാൻ ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ള, ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ വ്യൂസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എന്ത് കാരണം എന്നറിയോ? ഈ വിഷയം ലൈവിൽ കാണിച്ചിട്ടുള്ള ഈ വിഷയം എപ്പിസോഡിന്നോ അല്ലെങ്കിൽ പ്ലസ്സിലോ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ കണ്ടില്ല കേട്ടോ. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, എപ്പിസോഡിൽ എവിടെയും പറഞ്ഞു കണ്ടില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ കോൺടാക്ട് ചെയ്ത ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. കാരണം വെച്ചാൽ അവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് പേരുടെ മുഖം മൂടി അവിടെ എക്സ്പോസ് ചെയ്യുന്ന സിറ്റുവേഷൻ എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം. ഞാൻ ഇന്നിപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് സായിൻ്റെ ഈ വീഡിയോ ചെയ്യാണ്ടായ റീസൺ എന്നറിയോ? എന്നോട് ഒരുപാട് പേര് ഇത് വിഷയം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനായിട്ടിത് തുറന്നു പറഞ്ഞില്ല. വാട്ട് ഐ വോണ്ട് ഫ്രം മൈ സൈഡ് ഇസ്, ആദില അല്ലെങ്കിൽ നൂറ അവർ പുറത്തു വരുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അവർ തന്നെ തുറന്ന് പറയണം. കാരണം ഒരു പെൺകുട്ടി ലൈഫിൽ ഇതുപോലത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് അവർക്കിത് സമൂഹത്തോട് തുറന്നു പറയേണ്ട ആർജവം അവർക്ക് ഉണ്ടായതിനു ശേഷം ബിഗ് ബോസ് പോലത്തെ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞിട്ട് അത് ആ ചാനൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കൊന്നും പ്രോപ്പറായിട്ട് വേണ്ട അറ്റൻഷൻ അവിടെ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിക്കപ്പെടാനും ഈ ഒരു സീന് ക്രിയേറ്റ് ആയി. എന്താ കാരണം എന്നറിയോ? എല്ലാവരും ഇതിനെ കമ്പയർ ചെയ്തത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം അനിയൻ മിഥുൻ പറഞ്ഞിട്ടുള്ള സ്റ്റോറി റിലേറ്റഡ് ആയിട്ടാണ്. രണ്ടും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്. ഞാൻ ഒരുപാട് ഘോരഘോരം പ്രസംഗിച്ചു കഴിഞ്ഞ 2 വീഡിയോയിലും. ഒരു കാര്യമില്ല എന്നറിയാം. കാരണം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അതാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി അന്ന് അവരിതിനെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ തിരഞ്ഞെടുത്ത വഴി കൊണ്ട് അവരിപ്പോൾ ജീവിക്കുന്നത് ലെസ്ബിയൻ കപ്പിളായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഇനിയും ഇതുപോലെ ചിന്തിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതിങ്ങനെ പോകുന്നതിന് പകരം എന്തെങ്കിലും മാറി ചിന്തിക്കുന്നവർ ഇനിയും അങ്ങനെ അനുഭവിക്കണം, അവരൊക്കെ അബ്യൂസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മുറവിളി കൂട്ടിയിട്ടുള്ള ഒരുപാട് പേരെ എൻ്റെ പഴയ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാം. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ 2ാമത്തെ വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇന്ന് സായിയുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ സായിയുടെ വീഡിയോ കണ്ടെന്നറിയില്ല, റെലവൻറ്റ് പോർഷൻ ഞാൻ ഇവിടെ വയ്ക്കാം. സായി പറയുന്നത്, കാരണം ഞാനൊക്കെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ കാണുന്ന സംഗതി വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുക. പക്ഷേ സായി സീക്രട്ട് ഏജൻറ്റ് എപ്പോഴും സായിയുടെ കണക്ഷൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ സായിക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് സായി വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സായിയുടെ വീഡിയോ കണ്ട സമയത്ത് ചില പോർഷൻസ് നിങ്ങളെ കേൾപ്പിക്കണം തോന്നി. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഏകദേശം 2 ലക്ഷത്തിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, അവരിലേക്ക് എത്ര പേര് കാണുമെന്നറിയില്ല. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എന്താ അറിയോ, ഇത് അറിയണം. കാരണം വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്തല്ലോ. എല്ലാവരും പറഞ്ഞ കാര്യം എന്താ, ഒരു അറബി ഒരു ഇന്ത്യൻ കുട്ടി ഒരു മലയാളി കുട്ടിയോട് എന്തിന് വഴി ചോദിക്കുന്നു? വഴി ചോദിക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. എന്നോട് സംസാരിച്ചവർ ജിദ്ദയിലുള്ളവരാണ്, പ്രവാസികളാണ്. അവരിതാ പറഞ്ഞത് ചെയ്യില്ല, അവിടെ ഒരിക്കലും അങ്ങനെ നടക്കില്ല, സ്കൂൾ ബസ്സിലാണ് പോകുന്നത്, അങ്ങനത്തെ ഒരുപാട് വാദങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് ക്ലിപ്പിൽ സായി പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ, ഈ കുട്ടിയെ
നേരത്തെ അറിയുന്ന അറബിയാണെങ്കിലോ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നു പോകുന്ന വ്യക്തിയാണെങ്കിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സായിയുടെ വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇനി ഇതിൽ സംശയമുള്ളവർക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇത് എനിക്കറിയുന്ന കേസായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് അറിയുന്ന പലരും ഇവിടെ ഉണ്ട്. ഇപ്പം ഈ സൊസൈറ്റിയിൽ ഈ നൂറയുടെ കാര്യം അറിയുന്ന പലരും ഉണ്ട്. ഓക്കെ, ഈ കുട്ടി പറഞ്ഞ പോലെ കുട്ടി ഷെയർ ചെയ്തൊരു സിസ്റ്റർ ഉണ്ട്, പാർട്ട്ണർ ഉണ്ട്. ദേ ക്യാൻ ഷെയർ ടു സം വൺ എൽസ്. അവർക്കത് വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യാം. ഓക്കെ, നൂറയ്ക്കത് അറിയണമെന്നില്ല. ബട്ട് സം അതർ പീപ്പിൾ ആർ ദെയർ ഈ വിഷയം കംപ്ലീറ്റ്ലി അറിയുന്നത്. ഞാൻ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കേസ്, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എത്രയോ കേസിലുണ്ട് അപ്പപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത. അന്യനാട്ടിൽ പോയിട്ടുള്ള ഒരു അറബി അവിടെ എങ്ങനെയാണ് കുട്ടികളെ അറബികളെ കാണാന്നുള്ളത് തന്നെ അറിയില്ലേ നിങ്ങൾക്ക്? എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാരോട് ഞാൻ ഇതന്നെ പറഞ്ഞിട്ടുണ്ട്. അറബി കഴുത്തിൽ കത്തി വെച്ചിട്ട് ഇനിയിപ്പോൾ ആ കുട്ടിക്ക് കത്തി വെച്ച് അതിന് ബലമായിട്ട് എനിക്ക് ബാക്കി പറയാൻ വയ്യ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി ഈ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഒരുപാട് പേര് ചോദിച്ചു. പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിലോ, അതായത് ഒരു പക്ഷേ ഈ അറബി ആ വീടുമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ, സായിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ അറബി ആരാന്ന് ഈ കുട്ടിക്കേ അറിയാത്തുള്ളൂ. ആ അറബിക്ക് ഈ കുട്ടിയെ അറിയുമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയില്ല, പക്ഷെ എനിക്കിത് പറയണമെന്നുണ്ട്, കംപ്ലീറ്റ് പറയണമെന്നുണ്ട്. അത് അവർ വന്നിട്ട് പറയട്ടെ, നൂറ വന്ന് പറയണം. സായിയുടെ സംസാരം കേട്ടാൽ സായിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി എന്ന് മനസ്സിലായിട്ടുണ്ട്. എനിക്കറിയുന്ന കേസും ഞാനിപ്പോൾ പറയുന്നില്ല. ഐ എം ഓൾസോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂമെൻറ്റ്. നൂറ പുറത്ത് വന്നതിന് ശേഷം ഇത് നൂറ തുറന്നു പറയണം. മാത്രമല്ല ആദിലയ്ക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആദിലയ്ക്ക് ഉണ്ടായത് സ്വന്തം വീട്ടിൽ നിന്നാണെന്നുള്ളത് വരെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാതെ തന്നെ പറയും, നിങ്ങൾ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക. ആ അറബിക്ക് ഈ കുട്ടിയെ അറിയുമെങ്കിൽ, ആ അറബി കുറേ ദിവസമായിട്ട് ഈ കുട്ടിയെ നോക്കി വെച്ചതാണെങ്കിൽ, ആ അറബിക്ക് ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ പരിസരങ്ങളും വീടും എല്ലാം അറിയുന്നുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ഈ അറബിയെ അറിയില്ല. അതൊക്കെ ഞാൻ സമ്മതിച്ചു ആ കാര്യം. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ചിലപ്പോൾ ആ കുട്ടിക്ക് അറിയണമെന്നില്ല. പക്ഷെ ഈ കുട്ടിയെ അറിയുന്നൊരു അറബിയാണെങ്കിൽ, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയെ അറിയുന്ന അറബി, കുട്ടിയുടെ വീട്ടുകാരെ അറിയുന്ന അറബി, ഇങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഈ ഇപ്പോൾ സായി പറഞ്ഞ കാര്യം ഒന്നും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കണ്ടു നോക്കും. അതായത് ഈ കുട്ടിയെ അറിയുന്ന അറബി, കുട്ടിയുടെ വീട്ടുകാരെ അറിയുന്ന അറബി, അതായത് ആ വീടുമായിട്ട് കണക്ഷനുള്ള വ്യക്തിയാണെങ്കിൽ തുറന്നു പറയാൻ പറ്റുമോ? ഈ കുട്ടി പേടിച്ച് വീട്ടിൽ പറഞ്ഞിട്ടില്ല നൂറ. ഇത് ഒരു പക്ഷേ വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു? ഇനി ഈ നൂറ വന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഈ അറബി ആരാണെന്നും ഈ അറബിയെ ആർക്കെങ്കിലും അറിയുമോ എന്നുള്ളതും നമുക്കറിയും, നമുക്ക് മനസ്സിലാവും. അറബിക്ക് എന്താണെങ്കിലും കുട്ടിയെ അറിയാം, കുട്ടിയെ കൊണ്ടുപോകേണ്ട സ്ഥലം അറിയാം, പരിസരം അറിയാം, ചുറ്റുപാടറിയാം. കുട്ടിയിലേക്ക് എത്തേണ്ട ഒരു വഴി മാത്രമായിരുന്നു അയാൾക്ക് കുട്ടിയോട് വഴി ചോദിക്കാൻ. മനസ്സിലായോ? പേടിച്ചിട്ട് ആ കുട്ടി ഇത് വീട്ടിൽ പറയാതിരുന്നത് ആ അറബിക്ക് അറിയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ആ പ്രായത്തിലുള്ള കുട്ടികൾ പേടിക്കും. പേടിപ്പിച്ചാൽ കത്തി വെച്ചാൽ പേടിച്ചിട്ടുള്ള കൊന്നുകളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വീട്ടിൽ പറയുമോ? പറയാൻ പറ്റുമോ കുട്ടിക്ക്? അപ്പം ആ അറബിയെ അറിയുന്നവർ ഉണ്ട്. നൂറ പറയുമ്പോൾ അറിയുന്നവർക്ക് ആ അറബിയെ മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ എൻ്റെ വീഡിയോയുടെ കാര്യം പറയില്ല, സായി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഇവരൊക്കെ അനുഭവിച്ച ഈ വിഷമങ്ങളൊക്കെ ആദിലേൻ്റെ കേസിലാണെങ്കിലും നൂറയുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വീട്ടിനകത്തുനിന്ന് തന്നെയാണ്. ആദിലേൻ്റെ സ്റ്റോറി ഇൻകംപ്ലീറ്റാണ്. പറഞ്ഞ് ശ്രദ്ധിച്ചോളൂ. ആദിലയുടെ കേസാണെങ്കിലും നൂറയുടെ കേസാണെങ്കിലും വീട്ടിനകത്തുനിന്ന് തന്നെയാണ് കേട്ടോ. അനുഭവങ്ങൾ വീട്ടിൽ നിന്നാണ്. നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലേ മക്കളെ? ഞാനിതാ ചോദിക്കുന്നത്, ഈ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരാളും ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ആരുടെയും മൈൻഡിൽ പോയില്ലേ ഈ അറബിക്ക് ഈ കുട്ടിയെ അറിയുമായിരുന്നെങ്കിൽ എന്നുള്ളത്? നമ്മുടെയൊക്കെ വീടുകൾ കാണും അല്ലേ, ചില വീടുകളിലൊക്കെ. യെസ്, ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇപ്പോൾ സായി ലാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഇത് റെലവൻ്റ് ആണ് കേട്ടോ. ഇത് ഡിസ്കഷനിൽ വരും, ഞാൻ പറയുന്ന ഡിസ്കഷനിൽ വരും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അവർ ചെയ്തിട്ടുള്ള സംഭവം, അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കാം.
ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ടായിരിക്കാം. ശരിയാണ്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ്. പക്ഷേ എന്ത് ചെയ്യും? മനസ്സിലായോ? അത് അവർ ജീവിച്ച് തുടങ്ങിയില്ലേ, അവർ ആ രീതിയിൽ പോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ട. ഇത് ചിന്തിക്കുന്നതിന് പകരം ഇവരിങ്ങനെ അനുഭവിക്കേണ്ടതാണ്, ഇനിയും ഇങ്ങനെ അനുഭവിക്കണം. അത് മാത്രമല്ല, ഇങ്ങനെ ചിന്തിക്കുന്നവർ ഇതിലേറെ ക്രൂരമായിട്ട് അനുഭവിക്കണം എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്ന കേസുണ്ടല്ലോ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരുപാട് പേര് എന്നോട് ഡിബേറ്റ് ചെയ്ത് പോയി. എനിക്ക് നിങ്ങളോടും കൂടി ഇത്ര പറയാനുള്ളൂ. ഞാൻ എൻ്റെ മറുപടി അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലൈഫ് എന്ത് ട്രോമയിലൂടെയാണോ ഈ കുട്ടികൾ ആ ഒരു 8-9 വയസ്സ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞവരോട് തിരിച്ചതേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിത് നുണയാണെന്ന് അടിയറയെ വെച്ച് പറയുകയാണ്. ഇത് നുണയാണ്, കുക്ക്ഡ് അപ്പ് സ്റ്റോറിയാണ്. ഇത്ര കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത്ര കാലം പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, അവർ വേറെ പലരോടും പറഞ്ഞിട്ടുമുണ്ട്. അത് വഴിയെ പുറത്തു വരും എന്ന് മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഇനി വീഡിയോ ചെയ്യുന്നില്ല, പക്ഷേ ഇനി ചെയ്യുന്ന സമയം ഇത് വീണ്ടും ഡിസ്കഷൻ എടുക്കുന്ന സമയമായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. പക്ഷേ ദയവ് ചെയ്ത് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒഫൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ കാര്യവും ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടൊന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നമ്മളെ കുടുംബത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ എല്ലാ ആംഗിളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.